മാരുതി, അതുപോലെ ടൊയോട്ട, സ്കോഡ, ഫോക്സ് വാഗൺ ഇത്തരം ബ്രാൻഡുകളൊക്കെ ഒരേ വാഹനങ്ങൾ രണ്ട് ബ്രാൻഡിങ്ങിൽ രണ്ട് പേരിൽ ഇറക്കാറുണ്ട്. അപ്പോൾ അത്തരം വാഹനങ്ങൾ 2025 എത്രത്തോളം വിറ്റു എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആകെ മൊത്തം 2025 1,72,000 യൂണിറ്റ്സ് ബലേനോ വിറ്റപ്പോൾ 54,000 യൂണിറ്റാണ് ഗ്ലാൻസ വിറ്റിരിക്കുന്നത്. 1,79,000 യൂണിറ്റ്സ് നമ്മൾ ഫ്രോൺസ് വിറ്റപ്പോൾ 36,000 യൂണിറ്റ്സ് ആണ് ടൈസർ വിറ്റിരിക്കുന്നത്. അതുപോലെ 1,72,000 കൂടുതൽ യൂണിറ്റ്സ് ആണ് നമ്മുടെ എർട്ടിക. റൂമിയോൺ ടൊയോട്ട സെൽ ചെയ്തിരിക്കുന്നത് വെറും 20,000 യൂണിറ്റ്സുമാണ്. അപ്പോൾ ടൊയോട്ട ഹൈക്രൂസും അതുപോലെ ഹൈറൈഡർ, ഗ്രാൻഡ് വിറ്റാര, ഇൻവിക്ടോ ഈ വാഹനങ്ങൾ കംപ്ലീറ്റ്ലി മാരുതി നിർമ്മിക്കുന്നതല്ല, രണ്ട് ബ്രാൻഡും കൂടെ കമ്പൈൻഡായി നിർമ്മിക്കുന്ന വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളുടെ സെല്ല് വന്നിരിക്കുന്നത് 1,04,000 യൂണിറ്റ്സ് ആണ് ഗ്രാൻഡ് വിറ്റാര മാരുതി വിറ്റിരിക്കുന്നതെങ്കിൽ 85,000 യൂണിറ്റ്സ് ആണ് ടൊയോട്ട ഹൈറൈഡർ വിറ്റിരിക്കുന്നത്. അതുപോലെ ഇൻവിക്ടോ ആയിട്ട് വെറും 3,000 പീസ് വിറ്റിട്ടുള്ളൂ. അപ്പുറത്ത് ഇന്നോവ ഹൈക്രൂസ് ഏതാണ്ട് 73,000-ലധികം പീസുകൾ യൂണിറ്റ്സ് വിൽക്കാൻ അവർക്ക് സാധിച്ചു. മാരുതിയും ടൊയോട്ടയും തമ്മിൽ കമ്പൈൻ ചെയ്ത് നിർമ്മിക്കുന്ന വാഹനങ്ങളുടെ ലിസ്റ്റും കണക്കും ഇങ്ങനെയാണ് വരുന്നത്. അപ്പം പുതിയ വാഹനങ്ങൾക്കായി അല്ലെങ്കിൽ പ്രിയോണ്ട് വാഹനങ്ങൾക്കായൊക്കെ നമ്മുടെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.